ഈ ജോലിയിലേക്ക് എങ്ങനെ എത്തണേ? ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാ ഇത്? ക്ലാസ്മേറ്റിന്റെ അടുത്താണ് ഒപ്പം പഠിച്ച അങ്ങനെ ആളൊരു പുഴയെ പോയി എടുത്താണ്. യാദൃശ്യമായിട്ട് സഹായിക്കാൻ പോയതാ. യാദൃശ്യമായിട്ട് ഒരിക്കലും നമ്മൾ അതിനായിട്ട് കാണാൻ പോയത്, എടുക്കണത് കാണാൻ പോയതാ. അങ്ങനെ സഹായിക്കാൻ ഒരു യാദൃശ്യമായിട്ട് ഇറങ്ങേണ്ട വന്ന് ആരും സഹായിക്കണ്ടായപ്പോ ദുർഗന്ധം വന്നതുകൊണ്ട് അങ്ങനെ ഇറങ്ങി അതിനെ തുടങ്ങിയതാ. പിന്നെ അതേ സ്കൂളിൽ തന്നെ വിദ്യാർത്ഥികൾ ഒരു ആക്സിഡന്റ് എടുക്കേണ്ട വന്നപ്പോ പിന്നെ മനസ്സിലായി നമുക്ക് എന്താണെങ്കിലും ഇത് തന്നെയാണ് നല്ലത്. അപ്പൊ അന്ന് കൂടുതൽ എല്ലാ സാറുമാരും നമ്മളെ അഭിനന്ദിച്ച അന്നത്തെ ഇങ്ങനത്തെ ഒരു പയ്യന് ഇങ്ങനത്തെ ഒരു ജോലി കണ്ടപ്പോ ശരിക്കും സാറുമാർ തോളത്തൊക്കെ തട്ടാന്ന് എസ് ഐ മോഹൻ സാറൊക്കെ തോളത്തട്ടി അഭിനന്ദിച്ചപ്പോ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അനുഭവം തന്നെ. പിന്നെ 15 വയസ്സ് 10 ക്ലാസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് 10 ക്ലാസ്സിലേക്ക് കിടന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് അതേപോലെയുള്ള എത്ര അനാഥശവങ്ങൾ എടുത്തിട്ടുണ്ടാവും? ഏകദേശം ഒരു 6-7 മാസം മുതൽ 10-700-ലധികം മൃഗങ്ങൾ എടുത്തിട്ടുണ്ട്. ആളുള്ളതും ആളില്ലാത്തതൊക്കെ ഉണ്ട്. ആളുള്ളതൊക്കെ ഉണ്ട്, കൂടുതലും ബന്ധുക്കാരുള്ളതുണ്ട്, പിന്നെ സുഹൃത്തുക്കളുള്ളതുണ്ട്. അതൊന്നും നമ്മൾ അല്ല അനാഥരായ കാര്യം മാത്രമേ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുള്ളൂ. ബന്ധുക്കളുടെ കാര്യം നമുക്ക് അറിയണം, ഓർമ്മയിൽ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊന്നും ഓർമ്മയിലുണ്ടാവണം. അതായത് ഈ പോലീസ് ശരിക്കും ബിനുവിന്റെ സഹായം തേടുന്നത് അവരുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണോ? നമ്മുടെ സഹായം തേടുന്നല്ല, നമ്മളെ കർത്തവ്യം അതാ, ജോലി അതാ. അപ്പൊ നമ്മളത് സ്വാഭാവികമായിട്ട് ഏത് ജോലിക്ക് ഏത് ആവശ്യക്കാരനാണോ ആവശ്യക്കാരെ നമ്മൾ അന്വേഷിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനത്തെ മൃതദേഹങ്ങൾ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ, പൊങ്ങി കഴിഞ്ഞാൽ ഒഴുകി ഇടാണ്ട സ്വാഭാവികമായിട്ട് നാട്ടുകാർ കണ്ടാലും നമ്മൾ വിളിച്ചറിയിക്കും. അപ്പൊ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് അതിനുള്ള എക്യുപ്മെന്റ്സ് ഇല്ല. അപ്പൊ നമ്മൾ ഒന്നുകിൽ ഫയർഫോഴ്സിനെ അറിയിക്കും, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു സ്ക്യൂബാനെ അറിയിക്കും. അപ്പൊ അവര് വന്ന് എടുത്ത് നമുക്ക് തരും, മുകളിലേക്ക് കൊണ്ടുവരും. ബാക്കി നമ്മൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കരക്കെത്തിച്ച് എല്ലാ കാര്യങ്ങളാക്കും. അല്ല ആഴങ്ങൾ അതില്ല, 2 ആൾക്കുള്ള ആഴങ്ങളൊക്കെ ഉള്ളെങ്കിൽ, 2-3 ആൾക്കുള്ള ആഴമുള്ളെങ്കിൽ നമ്മൾ അതിനെ പോയി എല്ലാം ഇറങ്ങി എക്യുപ്മെന്റ്സിന് ആവശ്യങ്ങളൊന്നുമില്ലാതെ പോയി ഇറങ്ങിയെടുത്ത് പോലീസിന്റെ എല്ലാ നടപടികളും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികൾ വരെ കഴിഞ്ഞിട്ട് അതിനാണെങ്കിൽ നമ്മൾ കൊച്ചുമേങ്ങ ശ്മശാനത്തിലേക്ക് അവിടെ കൊണ്ട് അടക്കാൻ ചെയ്യും. അതല്ല ബന്ധുക്കളാണെങ്കിൽ ബന്ധുക്കൾക്ക് ഇട്ടുകൊടുത്ത് ആ ബന്ധുക്കളുടെ കൂടെ ശീതയിൽ കത്തിക്കണേ ശീതയിൽ ഒതുക്കും. അതിലെ പള്ളിയിൽ അടക്കാൻ ചെയ്യുന്നത് അതിനാണെങ്കിലും കഫൻ ചെയ്താണെങ്കിൽ എല്ലാ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പോരുള്ളൂ. മൃതദേഹത്തിന്റെ കാര്യങ്ങൾ അവർ മറ്റൊരാളെ അവരുടെ ആവശ്യപ്പെട്ടില്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്തിട്ട് പോരുള്ളൂ. എല്ലാ തരത്തിലുള്ള എല്ലാ മതാചാരപ്രകാര ചടങ്ങുകൾ ചെയ്യാൻ എനിക്കറിയാം. എന്തൊക്കെ എല്ലാ മതത്തിന്റെ സിഖിന്റെ പാഴ്സിയുടെ എല്ലാവരും അറിയാം. എല്ലാ മതാചാരങ്ങളും എനിക്കറിയാം. എന്താണ് അടുത്ത നടപടികളെന്ന് അറിയാം. ചെയ്തു കൊടുക്കാനല്ല, അത് അടുത്ത നടപടികൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഹൈന്ദവന്റെ, ക്രൈസ്തവന്റെ, ഇസ്ലാമിന്റെ, അതുപോലെ അവരെ എല്ലാ കാര്യങ്ങളും. ഇസ്ലാമിന്റെ ആണെങ്കിൽ ഇപ്പൊ കഫൻ ചെയ്യുന്ന ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോയ ഒരു വ്യക്തിയാണ് മരണപ്പെടാമെങ്കിൽ ആ പോണ ശേഷം അവർക്ക് ചെയ്യേണ്ട കർമ്മലിച്ച് കൂടുതലുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ട എല്ലാ കാര്യങ്ങളും അറിയാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അറപ്പൊന്നും തോന്നില്ല. അല്ല, അറപ്പ് തോന്നേണ്ട ആവശ്യമില്ല. എന്തിനാ അറപ്പ് തോന്നാ? ഞാനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ അവസ്ഥയോ എന്താണെങ്കിലും ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആള് മണം മാറി വരും. നമ്മൾ അതിനാ വൃത്തിയിട്ട മണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സൊസൈറ്റി ഇങ്ങനെയൊന്നും കണ്ടിരുന്നില്ല. സൊസൈറ്റി കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത വീട്ടിലൊരു മരണം സംഭവിച്ചാൽ ഒന്നും നോക്കിയൊക്കെ കാഴ്ചക്കാരായിട്ട് നിൽക്കാന്നല്ലാതെ വേറെ എന്താ ചെയ്യുക ഒരാൾ.